അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വീണ്ടും ഒരു പ്രഭാതം നമ്മളിലേക്കുള്ള അല്ലേ. അൽഹംദുലില്ലാ, നല്ല രീതിയിൽ എല്ലാവരും മെഡിറ്റേഷന്റെ സമയത്ത് തന്നെ കൂടുതൽ ആളുകളും ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. എല്ലാ ദിവസവും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കുക ലൈവിൽ തന്നെ. അതേപോലെ നിങ്ങളുടെ കൂടെയുള്ളവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷൻ തന്നെയാണ് അല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഈ ഒരു പ്രഭാതത്തെയും എത്തിപ്പിച്ചതിന് ആത്മാർത്ഥമായും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുണ്ടായത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഓരോ ദിവസവും നമുക്ക് കിട്ടിയ പല നന്മകളെ കുറിച്ചിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മളുടെ റബ്ബിലേക്ക് നന്ദി അറിയിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടല്ലേ. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളത് എന്ന് പല സെഷൻസുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലും നമ്മളിലേക്ക് ഏതെങ്കിലും സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മളിപ്പോഴും അറിയാതെ സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അല്ലെ നമ്മൾ ഇരിക്കുന്നത്. സന്തോഷം വരുമ്പോൾ നമ്മൾ എത്രമാത്രം ആനന്ദിക്കുന്നുണ്ടെങ്കിലും സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് അതേപോലെ ഒരാനന്ദത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. സങ്കടം വരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു യഥാർത്ഥ ആനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റാത്തത്? കാരണം നമ്മളിപ്പോഴും കറക്റ്റ് നമ്മളുടെ റൂട്ട് നമ്മൾ ഇനിയും ഇനിയും റെഡിയാക്കി കൊണ്ടുവരാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളോട് ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമോ പ്രവർത്തനമോ നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെറും ഖൈറും റബ്ബിൽ നിന്നാണ് എന്ന്. പക്ഷെ നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പകർത്താൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പകർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഈ ഷെറും ഖൈറും റബ്ബിൽ നിന്നാണ് എന്ന് അറിയുകയും അത് പഠിക്കുകയും ചെയ്ത് നമ്മൾ, പക്ഷെ അതൊരു വാക്കായി പഠിക്കാനും മദ്രസ പഠനത്തിന്റെ സമയത്ത് എക്സാം എഴുതാൻ പഠിക്കാനും, ഇപ്പൊ അറിയാം ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ എക്സാം സമയമാണ്. നമ്മുടെ മക്കളെ കൊണ്ട് ചിലപ്പോൾ പല പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ച് അത് എഴുതിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഷെറും ഖൈറും റബ്ബിൽ നിന്നാണ് എന്നുള്ള ആ ബോധം നാം പഠിക്കുകയും എക്സാമിന് എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഇസ്ലാമിൽ നമ്മുടെ ദീനിൽ നമുക്ക് തരുന്ന ഓരോ കാര്യവും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും, പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നാം ഇനിയും ഇനിയും നമ്മുടെ ആ ഒരു തിരിച്ചറിവില് ഡീപ്പ് വശത്തിലേക്ക് കൊണ്ടുപോവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ നമ്മളുടെ നെയ്ബേഴ്സിൽ നിന്നോ ആരിൽ നിന്നോ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിനെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിലേക്ക് തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ചുറ്റുപാടുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ നമ്മളുടെ പല ദോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ആ സമയത്ത് വേദനിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ നമ്മൾക്ക് ഒരു ഗിഫ്റ്റായി നൽകിയാൽ ഞാൻ നൽകുന്ന ഗിഫ്റ്റ് വളരെ വിലപിടിപ്പുള്ള എന്തോ ആയിക്കോട്ടെ, ഒരു ഓർണമെന്റ്സോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ചൂരിദാറോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു ചോക്ലേറ്റോ എന്തോ ആയിക്കോട്ടെ, സന്തോഷത്തോടെ കൂടി നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്ന സമയത്ത് നമ്മൾ അതിനെ സന്തോഷത്തോടെ കൂടി സ്വീകരിക്കുന്നു അല്ലെ. ആ തന്ന വ്യക്തിക്ക് നമ്മൾ സന്തോഷത്തോടെ കൂടെ തിരിച്ച് ചിലപ്പോൾ വല്ല സാധനവും തിരിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ളൊരു വാക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച ആ ഒരു സന്തോഷത്തിന് സന്തോഷം നമുക്ക് അനുഭവപ്പെട്ടപ്പോൾ ആ സന്തോഷത്തിന് നമ്മൾ തിരിച്ച്
നമ്മളെ സന്തോഷം തന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് നമ്മൾ സന്തോഷത്തെ തിരിച്ചു നൽകുന്നുണ്ട്. എന്നാൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ വ്യക്തികൾക്ക് നമ്മൾ സന്തോഷം തിരിച്ചു നൽകുന്നില്ല. യഥാർത്ഥത്തിൽ ആ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കുക തന്നെയല്ലേ? നമുക്കറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് എത്ര എത്ര പേരാണ് ചിലപ്പോൾ ജീവൻ പോലും ഒടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെ? ജീവൻ ഒടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ വേറെ അവസ്ഥകൾ കാട്ടിക്കൂട്ടുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും അവരുടെ കൂടെയുള്ളവരുടെ സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെ? നമുക്ക് അങ്ങനെയുള്ള പല ന്യൂസുകളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റബ്ബിലേക്ക്, നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നൽകുകയാണെങ്കിൽ, ഷെറും ഖൈറും റബ്ബിൽ നിന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം കാണുന്ന, നാം കേൾക്കുന്ന വാർത്തകൾ, ആത്മഹത്യ വാക്കുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്ക് ആ ഒരു വാർത്തകൾ കേൾക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ പഠിച്ച ഇസ്ലാം കാര്യവും നമ്മൾ പഠിച്ച ഈമാൻ കാര്യവും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും കർമ്മങ്ങളും ഒന്നും നമ്മൾ ബാഹ്യമായി ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അത് നമ്മുടെ ആന്തരിക തലത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ആന്തരിക തലത്തിലേക്ക് നമ്മുടെ ഇബാദത്തിന്റെ ഒരു സത്ത, നമ്മുടെ ഇലാഹുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ ആ ഒരു ആന്തരിക തലത്തിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ഏത് വേദനകളെയും നമുക്കൊരു തലോടലായി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു തലോടലായി ആ ഒരു വേദനയെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അതും റബ്ബിന്റെ സ്നേഹത്തിന്റെ സ്പർശനമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നതും നമ്മളോട് പ്രവർത്തിക്കുന്നതും അതും റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരികയാണെങ്കിൽ നാം കേൾക്കുന്ന ഇത്തരം ന്യൂസുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ഇത്തരം ക്ലാസ്സസിന്റെ പ്രാധാന്യം. നമ്മൾ ഏതെങ്കിലും വേദനകളിലോ ബുദ്ധിമുട്ടുകളിലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വേദനയിലും ബുദ്ധിമുട്ടിലും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിലേക്ക് ഇത്തരം മെസ്സേജുകൾ എത്തുമ്പോൾ നാം അല്പം അവെയർ ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഫ്രണ്ട്സുകൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ ആരിലും ആയിക്കോട്ടെ, ഇത്തരം വേദനകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഇത്തരം വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് ഇത്തരം സന്ദേശങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരും എന്ത് ചെയ്യുന്നുണ്ടാവാം, എല്ലാം റബ്ബിന്റെ വിധിയാണ് എന്നോർത്ത് സ്വയം സഹിച്ച് സ്വയം വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരവസ്ഥയിലുണ്ടാവാം. അങ്ങനെ സ്വയം സഹിച്ച് സ്വയം വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്നതിലപ്പുറത്തേക്ക് ഒരു നിമിഷം നമ്മുടെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിലേക്ക് നമ്മളുടെ മനസ്സിനെ അള്ളാഹുവാണ് അതെനിക്ക് നൽകിയത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ പുറത്തു നിന്ന് വരുന്ന ഏത് പ്രതിസന്ധിയും നമുക്ക് ഒരു പുഷ്പത്തെ പോലെ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ആ ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടി തൗഫീഖ് ചെയ്യട്ടെ. അവിടെയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം നിൽക്കുന്നത്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച നന്ദിയിലേക്ക്, നമുക്ക് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്ന നന്മയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നന്മ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിന്റെ ചിന്ത കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേദനകൾ വരുന്നുണ്ടെങ്കിലും ആ വേദനയെ ചെറിയ നിമിഷം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാനും നമുക്ക് ആ പോസിറ്റീവായ ചിന്തയിലേക്ക്, റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തയെ എത്തിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവിടെയാണ് നമ്മളുടെ ഷെറും ഖൈറും എല്ലാം റബ്ബിൽ നിന്നാണ് എന്ന ആ ഒരു വാക്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ആ ഒരു വാക്കിനെ ഹൃദയത്തിലേക്ക് എന്നും അതിന്റെ
ഡീപ്പ് തലത്തിലുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വെറും വാക്കായിട്ട് പഠിക്കാനോ എഴുതാനോ ഉള്ളതല്ല. എന്താണ് അതിലൂടെ നമ്മളിലേക്ക് നമ്മുടെ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ്? ആ ഒരു മെസ്സേജിനെ നമുക്ക് എന്നും ഓർത്തെടുത്ത് ജീവിക്കാനും വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഇൻഷാ അല്ലാഹ്, നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ തന്നെ എഴുതുക, ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.